കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണീയം ദശകം 2 ശ്ലോകം 5. ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്വസ്ഥിരേസ്ത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്ത്വേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താദരാ. അപ്പോൾ ഹേ ലക്ഷ്മീപദേ, അതാണ് ഭഗവാനെ വിളിക്കുന്നത്. എന്താണ് ലക്ഷ്മീപദേ? അതായത് അല്ലയോ ലക്ഷ്മിയുടെ, അതായത് ലക്ഷ്മിയുടെ കാന്ത. കാന്ത പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഭർത്താവായ അല്ലയോ ഭഗവാനെ. പിന്നെയോ ഹേ ലക്ഷ്മീപദേ, ഹേ ലക്ഷ്മീകാന്ത. ഇയം ലക്ഷ്മീഹി, ഈ ലക്ഷ്മി ദേവി എന്താ പറയണ? താവക രാമണീയകഹൃത ഏവ, അതായത് അങ്ങയുടെ രാമണീയകം ചാൽ ഭംഗി, ആ മനോജ്ഞത, ആ ഭംഗി കൊണ്ട് ഹൃദയായി എന്നാണ്. അതായത് ലക്ഷ്മിദേവിയുടെ ഹൃദയം ഭഗവാൻ കട്ടെടുത്തു. ഹൃദാച്ചാൽ അപഹരിക്കുക എന്നാണ്. അപഹരിക്കുക, കട്ടെടുക്കുക, അതൊക്കെ ഈ അടിച്ചു മാറ്റി എന്നൊക്കെ പറയാം നമുക്ക്. അത്ര അങ്ങനെയാണ്. അതായത് അങ്ങയുടെ ആ രാമണീയകം ചാൽ ഭംഗി, സൗന്ദര്യം അല്ലെങ്കിൽ മനോജ്ഞയായിട്ടുള്ള ആ രൂപം കാരണം എന്തായി? ലക്ഷ്മി ദേവിയുടെ ഹൃദയം, ഹൃദ പറഞ്ഞാൽ അപഹരിക്കപ്പെടുക, അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മി ദേവിയുടെ അല്ലാണ്ടേ ഈ ഹൃദയം ഭഗവാൻ എടുത്തു. അത് സ്റ്റീൽ എന്നാണ് ശരിക്കും. അപഹരിക്കുക പിന്നെ ടു സ്റ്റീൽ, കക്ക, അപഹരിക്കപ്പെട്ടു. അപ്പോൾ പരേഷു, അപ്പോൾ അതുകൊണ്ടാണ് അന്യ ഭഗവാൻ ഒഴിച്ച് ബാക്കി എല്ലാവരിലും, അന്യരിൽ, പരേഷു അസ്ഥിര, സ്ഥിരല്ലാണ്ടായത്. എന്താ വെച്ചാൽ ഭഗവാൻ ലക്ഷ്മിദേവിയുടെ ഹൃദയം എടുത്തിരിക്കണു. അതുകൊണ്ടാണ് ലക്ഷ്മിദേവി അന്യരിലൊക്കെ ചപലയായിരിക്കണം, അല്ലെങ്കിൽ അസ്ഥിരയായിരിക്കണത്. ഇതി അസ്മിൻ എന്നുള്ള, നമ്മളിത് പറഞ്ഞുവല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ. അപ്പോൾ എന്നുള്ള ഈ കാര്യം അധുന ചാൽ ഇപ്പോൾ, അന്യത് പ്രമാണം അപി വക്ഷ്യാമി. അപ്പോൾ മേപ്പത്തൂർ പറയാണ്, ഞാൻ വേറൊരു പ്രമാണം കൂടി അതിന് പറയാം. അതായത് ഭഗവാൻ ലക്ഷ്മിദേവിയുടെ ഹൃദയം സ്റ്റീൽ ചെയ്തു, അതായത് കട്ടെടുത്ത് കഴിഞ്ഞു, അപഹരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരിൽ ചപലയെന്നുള്ള ഒരു സ്ഥിതി വന്നത്, ചാപല്യം എന്ന് തോന്നിയത്, അസ്ഥിരമായത്. അതിന് ഈ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ ഒരു പ്രമാണം കൂടിയും പറയാമെന്ന്. അന്യത് പ്രമാണം വെച്ചാൽ മറ്റൊരു പ്രമാണം കൂടി വക്ഷ്യാമി, ഞാൻ പറയാം, മേപ്പത്തൂർ പറയാമെന്ന്. യേ ഭക്താഹ ജനാഹ, എന്താ പറയാൻ കാരണം വെച്ചാൽ യേ ഭക്താഹ ജനാഹ വെച്ചാൽ ഏതൊക്കെ ഭക്തന്മാര് ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്താഹ ഹി, അതായത് ഏതെല്ലാം ഭക്തന്മാരാണോ നിന്തിരുവടിയുടെ, അങ്ങയുടെ ധ്യാനത്തിലും ധ്യാനരസത്തിലും, പിന്നെയോ കീർത്തനം ചൊല്ലി അങ്ങയെ സ്തുതിക്കുന്നതിലും, അത് അങ്ങയുടെ ഐശ്വര്യങ്ങളെപ്പറ്റി വർണ്ണിക്കണത് അതിലും, അതായത് എക്സ്റ്റോൾ ദ ഗ്ലോറീസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ അങ്ങയെ ധ്യാനിക്കണ രസത്തിലും അങ്ങയുടെ അങ്ങയെ സ്തുതിച്ചും കൊണ്ടുള്ള കീർത്തനങ്ങൾ ചൊല്ലിയിലും ആ രസത്തിലും ആസക്തന്മാരായി എന്ന് പറഞ്ഞാൽ വളരെ ഇൻവോൾവ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ സന്തോഷമായി ചെയ്യാൻ. ശക്തി പറഞ്ഞാൽ അതിനോടുള്ള ആഗ്രഹം, അത് ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി ആരെല്ലാം ഇരിക്കുന്നുവോ, അതായത് അങ്ങേ ധ്യാനിക്കാനും അങ്ങയുടെ ഗുണങ്ങളെപ്പറ്റി കീർത്തിക്കാനും, നമ്മളിതപ്പോൾ ഈ പറയണ പോലെ ആയാലും മതി കേട്ടോ, അങ്ങനെയും ചെയ്യണോ. അഥവാ അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ ഉള്ള ഭക്തന്മാരാരാണോ, തേഷു അപ്രകാരമുള്ള ഭക്തരിൽ, അങ്ങനെയുള്ള ഭക്തരിൽ ഏഷ ഈ പറഞ്ഞ ലക്ഷ്മി ദേവി ഉണ്ടല്ലോ, ഈ ലക്ഷ്മി ദേവി
ദൈത പ്രസ്താവ ദത്താദര. അതായത് ദത്താദര എന്ന് പറഞ്ഞില്ല, ആദര പറഞ്ഞാൽ വെച്ചാൽ ആദരവോടുകൂടി. എന്തില്? ഈ ദൈതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ലഭൻ, അതായത് പിന്നെ ഭഗവാൻ തന്നെ, അതായത് ഭർത്താവ് തന്നെയാണ്. വെച്ചാൽ പ്രിയപ്പെട്ട ആളാന്നാണ് അർത്ഥം. ദൈത എന്നുള്ളതിന് പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ തന്നെയാണല്ലോ. അപ്പോൾ ദൈതനെ കുറിച്ചുള്ള അവനവൻ്റെ ഇത്ര ഇഷ്ടമുള്ള ഒരു പ്രിയതമനെ കുറിച്ചുള്ള ആരെന്ത് പറയണത്, അതായത് കീർത്തിച്ചും കൊണ്ട് ആരെന്ത് പറഞ്ഞാലും അതിനോട് വലിയ ആദരവാണ്. ആർക്ക്? മഹാലക്ഷ്മിക്ക്. അപ്പോൾ അവിടെ അത് എവിടെയാണ് ഭഗവാന്റെ കീർത്തിയെ പറ്റി പറയണ ഭക്തന്മാര്? സ്ഥിരായേവ, അവിടെ തന്നെ സ്ഥിരമായിട്ട് വസിക്കുന്നു. അപ്പോൾ മുമ്പ് പിന്നെ ഭഗവാൻ ബാക്കിയുള്ളവരടുത്ത് മഹാലക്ഷ്മി ബാക്കിയുള്ളവരടുത്ത് ഭഗവാന്റെ ഒഴിച്ച് ബാക്കിയുള്ളവരടുത്ത് അസ്ഥിരയാണെന്ന് പറയാനുള്ള ഒരു പ്രമാണം കൂടി എന്താ പറയണ വെച്ചാൽ, ഒരു കാരണം കൂടി എന്താ പറയണ വെച്ചാൽ, എന്താ കണ്ടുവരണമെന്ന് ഞാൻ പറയാമെന്നാണ്. അതായത് ഭഗവാനെ എപ്പോഴും ധ്യാനിക്കുകയും ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലുകയും ഭഗവാന്റെ ഗുണഗണങ്ങളെപ്പറ്റി പുകഴ്ത്തി പറയുകയും ആരാണ് ചെയ്യണത്? അവരുടെ അടുത്ത് ലക്ഷ്മി സ്ഥിരമായിരിക്കുന്നു. അത് ഈ പറയുന്ന പോലെയാണ്. എഗെയിൻ നമ്മളെ ഓർമ്മിക്കണം. ലക്ഷ്മി പറഞ്ഞാൽ വെറും മെറ്റീരിയൽ വെൽത്ത് മാത്രമല്ല, അവരെപ്പോഴും സന്തോഷമായിരിക്കും. എത്ര ദുഃഖം വന്നാലും അതിനെ നന്നായിട്ട് തരണം ചെയ്യും. എത്ര കുറച്ച് ദാരിദ്ര്യം തന്നെ മെറ്റീരിയലായിട്ടുള്ള ഇല്ലായുണ്ടെങ്കിലും സാരമില്ല, ഇതൊരു ചീത്ത കാലമാണ്, ഇതും കഴിയും, എനിക്ക് എന്നാലും അത്യാവശ്യം ഉണ്ടല്ലോ, അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അവർക്കൊരു ശക്തിയോ ഭഗവാൻ കൊടുക്കും. പിന്നെ മഹാലക്ഷ്മി കൊടുക്കും. അപ്പം അതന്നെയാണ് തൃപ്തി. അപ്പം ആ നിലയ്ക്കും ചിലപ്പോൾ അങ്ങനെയാവും. നമ്മൾ ഇത്ര പ്രാർത്ഥിക്കുന്ന ആളൊക്കെ ഇത്ര ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിൽ തൃപ്തി ഉണ്ടായാൽ മതിയല്ലോ. ആ തൃപ്തി കൊടുക്കും. ആരെ? ഭഗവാനെ സദാ ധ്യാനിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യണം അവർക്ക് എന്ന് കാണാനുണ്ട്. അപ്പം അതൊന്നും കൂടി എന്ത് മനസ്സിലാക്കാം? എന്താ? ലക്ഷ്മി ഭഗവാന്റെ ഒഴിച്ച് അന്യരുടെ അവിടെയൊക്കെ അസ്ഥിരയാണെന്ന് ഈ ഒരു ഉദാഹരണം കൊണ്ടും കൂടി കാണിക്കാം എന്ന് ഞാൻ പറയാമെന്നാണ്, ഒരു പ്രമാണമായിട്ട് പറയുകയാണ്. ഇനി നമുക്ക് കുറച്ച് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, അതായത് അങ്ങയുടെ ഈ അത്യാശ്ചര്യകരമായിട്ടുള്ള ആ ഭംഗിയുണ്ടല്ലോ, നിരുപമായിട്ടുള്ള, അതായത് ഉപമയില്ലാത്ത അത്യാശ്ചര്യകരവും നിരുപമായിട്ടുള്ള ആ ഭംഗിയിൽ ആകർഷിക്കപ്പെട്ടവളായണം ആര്? ലക്ഷ്മി ദേവി. അതാണ് അപഹൃത ചിത്ത പറഞ്ഞ, അപഹരിച്ചിരിക്കണു ലക്ഷ്മി ദേവിയുടെ ഹൃദയെ. ആ ഒരൊറ്റ കാരണം. അപ്പം പിന്നെ അവിടുന്ന് പോകാൻ പറ്റില്ല. അത്രയ്ക്ക് ഭഗവാനോട് ഉള്ള ഒരു ബഹുമാനവും സ്നേഹവും കണക്കില്ല. അപ്പോൾ വിട്ടുപോവില്ലല്ലോ. അതുകൊണ്ടാണ് ഭക്തന്മാരിൽ ചപല എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി അതിന് വേറൊരു അതൊന്നും കൂടി ഒന്ന് പറഞ്ഞതാണ് ആദ്യത്തെ കുറച്ചിതിൽ. അതായത് ലക്ഷ്മി താവക രാമണീയ ഹൃത ഏവ പരേഷു അസ്ഥിര എന്ന് നമ്മൾ സ്വതേ കഴിഞ്ഞ ലോകത്തിൽ പറഞ്ഞുവല്ലോ എന്നാണ് ശരിക്കും പറയണത്. ഇനി അതായത് അപ്പം അതിനെ നമ്മൾ കുറച്ച് അതിനെ കുറച്ചും കൂടി നമ്മൾ വിസ്തരിക്കുകയാണെന്ന് വെച്ചാൽ എന്താ അറിയോ, സ്വന്തം ഭക്തന്മാരുടെ ഭക്തിയുടെ തീവ്രത അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി പോരാഞ്ഞിട്ടാണ് ലക്ഷ്മി ദേവി അവരിൽ അസ്ഥിരയാവണ ചോദിച്ചാൽ അങ്ങനെ വരാലോ. അവർക്ക് എന്നെ ഭജിക്കണേൻ്റെ ആ തീവ്രത പോരാ, ഇൻറ്റൻസിറ്റി പോരാ എന്നാ, അതുകൊണ്ടാണ് അങ്ങനെ ആവാലോ വേണമെങ്കിൽ. അതായത് അങ്ങനെ ആവാം. എന്താ പറയുക, ഐശ്വര്യം ഉണ്ടാവണവരെ ലക്ഷ്മി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഐശ്വര്യമൊക്കെ കിട്ടിയപ്പോൾ എന്താ, അഹങ്കാരമായി. എന്നിട്ട് മറന്നു, മധോന്മത്തരായിട്ട് മറന്നു. അതുകൊണ്ടാണോ എന്നൊരു സംശയം നമുക്ക് വരാം. ഏതുപോലെ പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെയാണോ എന്ന് നമുക്ക് സംശയം വരാം. അങ്ങനെ തെളിച്ചു പറയാൻ പറ്റില്ല. പക്ഷേ വേറൊന്ന് പറയാമെന്നാണ് ഞാൻ, വേറൊരു പ്രമാണം പറയാമെന്നാണ് ആര് പറയണത്? മേപ്പത്തൂര്. അതായത് ഇപ്പോൾ ലക്ഷ്മി ദേവിയെ മാത്രം ഭജിച്ചിട്ട് ലക്ഷ്മി ദേവി ഒന്ന് കടാക്ഷിച്ച് ധാരാളം പിന്നെ ധനം സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഉടനെ ലക്ഷ്മി ദേവിയെ മറന്നു. അപ്പം ലക്ഷ്മി ദേവി ഇങ്ങോട്ട് പോരും ചെയ്തു, കാരണം ഒരു നന്ദിയില്ലല്ലോ. അങ്ങനെയാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതൊന്നും പറയാൻ പറ്റില്ല, തെളിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്നാണ് ആ പ്രമാണം എന്ന് പറയുന്നത്. എന്താ അറിയോ,
ഏതൊക്കെ ഭക്തന്മാരാണോ ഈ പറയണ പോലെ അങ്ങയുടെ ഗുണങ്ങളും കീർത്തനം ധ്യാനിക്കുകയും അങ്ങയുടെ ഗുണകീർത്തനങ്ങൾ ചെല്ലും ചെയ്യണത്, അതായത് ശരിയായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഭക്തന്മാർ കീർത്തിക്കുമ്പോൾ എന്താ വെച്ചാൽ ലക്ഷ്മി ദേവി അവിടെ ഇരിക്കും. ലക്ഷ്മി ദേവിക്ക് അവിടുന്ന് പോവുകയില്ല. ഭക്തന്മാർ ഭഗവാന്റെ കീർത്തി അത്ര ഇഷ്ടമാണല്ലോ, ലക്ഷ്മി ദേവിക്ക് അത്ര ആദരവാണ്. ഭഗവാനെ ധ്യാനിക്കുകയും ഭഗവാന്റെ കീർത്തി പറ്റി പറയുകയും ചെയ്താൽ പിന്നെ ലക്ഷ്മി ദേവി അവിടുന്ന് പോവില്ല. ഭഗവാനെ ഒഴിച്ച് മറ്റാരെ എത്ര തീവ്രമായിട്ട് ഭജിച്ചാലും ലക്ഷ്മി ദേവിക്ക് ഈ ഒരു സന്തോഷം ഇല്ലല്ലോ. സ്വന്തം ഭർത്താവിനെ പറ്റി സ്തുതിച്ച് പറയുമ്പോഴല്ലേ അധികം സന്തോഷം ഉണ്ടാവുക. അപ്പോൾ ബാക്കി ദേവന്മാരൊക്കെ ഭജിക്കുന്നത് കേട്ടാലും ഈ ഭഗവാനെ ഭജിച്ച് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനെ ഭജിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അവരുടെ കീർത്തനങ്ങൾ ഭഗവാനെ ഭജിച്ചും സ്തുതിച്ചും കൊണ്ടുള്ള കീർത്തനങ്ങൾ കേൾക്കണ ആ ഒരു ഗുണാനുഭവ രസം, ആ ഭഗവത് ഗുണാനുഭവ രസം ബാക്കിയുള്ള ദേവന്മാരെ ആയി ഉണ്ടാവില്ലല്ലോ ലക്ഷ്മി ദേവിക്ക്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഭക്തന്മാരാണോ ഇവിടെ ഭഗവാനെ സ്തുതിക്കണേ അവിടെ അത് കേൾക്കാനുള്ള ആദരവ് കാരണം മറ്റെല്ലാ സ്ഥലത്തും അസ്ഥിരയാണെന്ന് പറയാമെന്നാണ് മേപ്പത്തൂർ പറഞ്ഞേ. അതുകൊണ്ട് ഭഗവാന്റെ ആ വിശ്വമനോഹരായിട്ടുള്ള ആ രൂപം കൊണ്ടുതന്നെയാണ് അങ്ങയുടെ അടുത്തുനിന്ന് ലക്ഷ്മി ദേവി പോവാത്തതെന്ന്. പിന്നെ എന്താ വെച്ചാൽ ഭഗവാൻ ഭക്തവത്സലനല്ലേ, ഭക്തന്മാരോട് വലിയ വാത്സല്യ. അപ്പം ആ വാത്സല്യമുള്ളവരോടൊക്കെ ലക്ഷ്മി ദേവിക്ക് വാത്സല്യ. കാരണം ഭഗവാനോട് അത്ര ആദരവും ഭഗവാനോട് അത്ര സ്നേഹമാണ്. അപ്പോൾ ഭഗവാന് വാത്സല്യം ഉണ്ടോ, ലക്ഷ്മി ദേവിക്ക് വാത്സല്യമുണ്ട്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ലക്ഷ്മി കടാക്ഷവും കിട്ടി, ലക്ഷ്മിയുടെ അനുഗ്രഹവും കിട്ടും. പിന്നെ ഒന്നുകൂടി പറയാം, എന്താ പറയുക, ഇത്ര ഭംഗിയുള്ളൊരു ഭഗവാന്റെ മോഹന രൂപം എല്ലാവരെയും ഭക്തിമാർഗത്തിലേക്ക് കുറച്ചെങ്കിലും ഒരു മനസ്സിനൊരു അലിവുള്ളവരെ മുഴുവൻ ഭക്തിമാർഗത്തിലേക്ക് നയിക്കും ഈ ഭഗവാന്റെ രൂപേ. അപ്പം പിന്നെ ലക്ഷ്മി ദേവിയെ നയിക്കണ്ടെന്ന് നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? ലക്ഷ്മി ദേവിയാണ് പരമഭക്ത. ഈവൻ പരമശിവനാണത്രേ ആദ്യത്തെ വൈഷ്ണവൻ, അങ്ങനെ പറയുന്നുണ്ട്. വേറെ പലതിക്കും ഞാൻ വായിച്ചിട്ടുണ്ട്. അതെന്തറിയോ, ഭഗവാൻ പരമശിവനാണത്രേ വിഷ്ണു ഭഗവാൻ, നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ആദ്യത്തെ ഭക്തനാണെന്നാണ് പറയണത്. അപ്പോൾ ആർക്കും ഭഗവാനെ കണ്ടാൽ പിന്നെ അട്രാക്റ്റഡ് ആവാണ്ടിരിക്കാൻ വയ്യ. അതാണല്ലോ കൃഷ്ണൻ എന്ന് പറയണത്, കർഷതി ഇതി, അതായത് എല്ലാവരെയും ആകർഷിക്കും. അപ്പം പിന്നെ ലക്ഷ്മി ദേവിയെ കംപ്ലീറ്റ്ലി ആകർഷിച്ചാണ് എന്താ നമുക്കൊരു തെറ്റ് പറയാൻ പറ്റുകയെന്നാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഭഗവത് ധ്യാന കീർത്തന രസന്മാരായിട്ടുള്ളവരൊന്നും ഭഗവാനും കൈവെടിയില്ല, മഹാലക്ഷ്മിയും കൈവെടിയില്ല. അതിന് നമുക്ക് അവിടെ എപ്പോഴും സ്ഥിരമാണ്. അതിന് നല്ല ഉദാഹരണം അറിയാമോ, മഹാബലിയാണ്. എന്താ അറിയോ, മഹാബലിക്ക് കുറച്ചൊരു അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് മാത്രം, പക്ഷെ വലിയ വിഷ്ണു ഭക്തനായിരുന്നു. കാരണം പ്രഹ്ലാദൻ്റെ ഗ്രാൻഡ് സൺ അല്ലേ, പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ മകനാണ് മഹാബലി. അപ്പം പ്രഹ്ലാദൻ്റെ ആ വംശത്തിൽ ജനിച്ചതുകൊണ്ട് അസുരനാണ് വെച്ചാലും ഭയങ്കര വിഷ്ണുഭക്തിയായിരുന്നു. അപ്പോൾ കുറച്ച് അഹങ്കാരം ഉണ്ടായപ്പോൾ ഭഗവാൻ ആ അഹങ്കാരം കളയാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ അത് ചെയ്തത്. അപ്പോൾ ഭഗവാൻ നല്ലോണം പരീക്ഷിച്ചു, എവിടെ മൂന്നാമത്തത് വയ്ക്കുക ചോദിച്ചപ്പോൾ കംപ്ലീറ്റ് പിന്നെ ആ ഇത്ര അധികം സമ്പത്തും ഐശ്വര്യവും ഉള്ള മഹാബലിയുടെ ഒരടി മണ്ണ് പോലും ഇല്ലാതെ, ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഭഗവാൻ അപഹരിച്ചു. എന്നിട്ട് എന്താ ചെയ്ത്, മഹാബലിയുടെ ആ എന്താ പറയുക പിന്നെ ശരണാഗതി കണ്ടപ്പോൾ, അത്ര കംപ്ലീറ്റ്ലി ഭഗവാൻ ഓഫർ ചെയ്ത ആ ഒരു ഭക്തി കണ്ടപ്പോൾ എന്താ ഭഗവാൻ ചെയ്തറിയോ, മഹാബലിക്ക് പിന്നെ മരിക്കണ വരെ സുതലത്തിൽ പോയിട്ട് താമസിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിനേക്കാൾ കേമാത്ര സുതലം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ പിന്നെ ഭാഗവതത്തിലുണ്ട്. സുതലത്തിനേക്കാൾ കേമാണ്, അവിടെ പോയി താമസിക്കാം എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല എൻ്റെ സുദർശനം ഗാഡായിട്ട് നിൽക്കുന്നും കൂടിയും പറഞ്ഞു. അതായത് എന്നും ഐശ്വര്യം കൊടുത്തു, എന്നും അത്ര പിന്നെ അനുഗ്രഹിച്ചു. അവരെന്തുകൊണ്ടാണ് കാരണം, ഭഗവത് ധ്യാന കീർത്തന രസാസക്തനായിരുന്നു ആര്, മഹാബലി. കുറച്ചൊരു അഹങ്കാരം ഈ ദേവന്മാരെയൊക്കെ തോൽപ്പിച്ച് മുഴുവൻ പിന്നെ സ്വർഗവും
പിന്നെ അസുരന്മാരുടെ രാജ്യം ഒക്കെ മുഴുവൻ അവനവൻ്റെ കൈക്കലായപ്പോൾ കുറച്ചൊരു അഹങ്കാരം വന്നു എന്നല്ലാതെ വളരെ ഭക്തനായിരുന്നു. അതുകൊണ്ടാണല്ലോ ശുക്രാചാര്യര് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോലും സാരമില്ല, ഇത് ഹരിയാണെങ്കിൽ ഞാൻ എൻ്റെ സത്യത്തിന് യാതൊരു മാറ്റം വരുത്തില്ല, ഞാൻ ഇത് അസത്യമാക്കില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ വിന്ധ്യാവലി വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ ദാനം. പക്ഷെ ആ ഒരു ശരണാഗതി ഭഗവാനാണെങ്കിൽ എന്തും ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു ഭക്തിൻ്റെ, അതുകൊണ്ടാണ് മഹാബലിക്ക് ആ ഒരു നിമിഷം നേരം ഒന്നുമില്ലാണ്ട് അയച്ചാലും പിന്നെ ആ വരുണപാശമൊക്കെ അഴിച്ച് വിട്ട്, വരുണപാശം കൊണ്ട് കെട്ടുവെച്ച് അതൊക്കെ അഴിച്ച് സുതലത്തിലേക്ക് പൊക്കോളൂ, ഒരിക്കലും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്നും സുദർശന ചക്രം രക്ഷയ്ക്ക് കാത്തു നിൽക്കുക, ഗാർഡായിട്ട് നിൽക്കുകയും ചെയ്തു. അപ്പം അതന്നെ ഭഗവാനെ ആര് പ്രാർത്ഥിക്കണോ അവർക്ക് ഒരു അത് ഗീതയിലും പറയണ്ടല്ലോ, നമേ ഭക്ത പ്രണശ്യതി. അതുപോലെ തന്നെ നാഹി കല്യാണക കശ്ചിത്, എപ്പോഴും എന്തായാലും മംഗളേ വരുള്ളൂ, എന്തൊക്കെ ദുഃഖമൊക്കെ കുറച്ച് സഹിച്ചാലും അത് സഹിക്കുമ്പോഴും അവർക്ക് ആ ഒരു നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. അപ്പം അതും വളരെ പ്രധാനമാണല്ലോ, മനസ്സല്ലേ എല്ലാം. അപ്പോൾ മനസ്സിന് നമുക്ക് സമാധാനം തരുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ യു നീഡ് അല്ലേ, അതാണ്. പിന്നെ ലക്ഷ്മി ദേവിയെ മാത്രം പ്രാർത്ഥിക്കുന്നവർ സ്വന്തം ഭക്തന്മാരാണെന്നൊക്കെ ലക്ഷ്മി ദേവിക്ക് നല്ലോണം ഉണ്ട്. പക്ഷേ നല്ലോണം അവർ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഭഗവാനെ കീർത്തിക്കാഞ്ഞാൽ പിന്നെ ലക്ഷ്മി ദേവിക്ക് അവിടെ നിൽക്കുകയേ. ലക്ഷ്മി ദേവിയുടെയും ഭക്തനാണ്, ഭഗവാന്റെയും കൂടി ആണെച്ചാൽ വിരോധമില്ല. ലക്ഷ്മി ദേവിയെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ വെച്ചാൽ കുറച്ച് സിമ്പതിയൊക്കെ ഉണ്ട് അവരോട്. പക്ഷേ അവരുടെ ഈ കീർത്തനം കേൾക്കാൻ നിൽക്കാൻ വയ്യ അവിടെ. എന്താ കാരണം വെച്ചാൽ ഇപ്പുറത്ത് ഭഗവാനെ കീർത്തിക്കുന്നത് കേൾക്കാനാണ് മോർ ആദരവുള്ളത്. അപ്പം അവിടുന്ന് പോരും, അതാണ്. അപ്പോൾ അവർ ഉത്തമ ഭക്തന്മാരല്ല എന്നൊരു തോന്നലാണ് ലക്ഷ്മി ദേവിക്ക്. അതിനോണ്ട് അവിടെ ലക്ഷ്മി സ്ഥിരമല്ല. അതാണ് ലക്ഷ്മി ദേവിയുടെ, ലക്ഷ്മി ഭഗവതരെ പിന്നെന്താണ് ഒരു നിലപാട് അതാണ്. അതായത് എൻ്റെ ഭക്തന്മാരൊക്കെ തന്നെയാണ് അവർ. പക്ഷെ എന്താ പറയുക, ശരിക്കും ഉത്തമ ഭക്തനാവണമെങ്കിൽ ഭഗവാൻ എല്ലാറ്റിലും മീതിയായിട്ടുള്ള ഭഗവാനെ പ്രാർത്ഥിച്ചാലേ ഉത്തമ ഭക്തനാവുള്ളൂ. അപ്പോൾ എനിക്ക് അവർ ചെല്ലണതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇരുന്ന് കേൾക്കാൻ വയ്യ. ഇപ്പുറത്തെ ഭഗവത് ഭക്തന്മാർ നോക്കൂ, ഭഗവാനെ പ്രാർത്ഥിക്കണം, അത് കേൾക്കാനാണ് എനിക്ക് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരും. അപ്പോൾ അവിടെ അസ്ഥിരയാവും എന്നാണ്. അപ്പോൾ അത് ശരിയാണ്. അന്യദേവതാ ഭക്തന്മാരാണല്ലോ ഹിരണ്യകശിപുവും രാവണനും ഒക്കെ, അവർക്കൊക്കെ നഷ്ടപ്പെട്ടില്ലേ പറയുമ്പോൾ വലിയ വരമൊക്കെ കിട്ടി. അതെന്താ പറയാൻ കാരണം വെച്ചാൽ, അവർക്ക് വലിയ വരമൊക്കെ കിട്ടിച്ചാലും പിന്നെ അതിൽ അതും കൂടി പറയാം, ലക്ഷ്മീപതേ എന്നാണ് ഒരു എന്താ പറഞ്ഞൂല, എന്താ പറയുക, ഈ ഒരു സംബോധന. അപ്പോൾ അതുകൊണ്ട് മേപ്പത്തൂർ ഒന്നും കൂടി പിന്നെ ഇതിന്ന് ഇൻഡയറക്റ്റായിട്ട് വിചാരിക്കേണ്ടതെന്നാണ് ഒരു വ്യാഖ്യാനത്തിൽ കണ്ടത്. എന്താ വെച്ചാൽ ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഭഗവാൻ അറിയാലോ എന്നും കൂടി ലക്ഷ്മീപതേ എന്നുള്ള ആ സംബോധനയിലുണ്ടെന്നാണ്. അപ്പോൾ പിന്നെ അതായത് ഒന്ന് വേറൊരു കാര്യം കൂടി വിശ്വസിക്കാം. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ സാദേവി പരമോത്സുക ചിരതരാന്ന് കണ്ടു. സാദേവിന്ന് അതായത് ആ ദേവിന്ന്. എന്നാ ഇതിലെന്താ പറയണേ, ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞറിയോ, ഏഷ, ഈ അടുത്തിരിക്കണ ദേവി എന്നാ പറയണ. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പിന്നെന്താണ്, മേപ്പത്തൂർ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടിയും ക്ലിയറായിട്ട് ഭഗവാനെ ഈ ശ്ലോകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ലക്ഷ്മി ദേവി ഇതാ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, മറ്റത് കുറച്ച് അപ്പുറത്താ തോന്നി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു വ്യാഖ്യാനത്തിൽ. സാദേവി എന്ന് പറഞ്ഞു, സാദേവി പരമോത്സുക, ഇവിടെ തേഷ്വേഷാ വസതി സ്ഥിരൈവ, ഏഷാദേവി ഈ അടുത്തിരിക്കണം മഹാലക്ഷ്മി എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇതേ ആശയം, അതായത് അന്യഭക്തന്മാരുടെ അടുത്തല്ല ഞാൻ നിൽക്കുക എന്നുള്ള അതേ ആശയം ഭാഗവതം 5-ാം സ്കന്ധത്തിൽ ലക്ഷ്മി ഭഗവതി തന്നെ പറയുന്നുണ്ട്, ഭഗവൻ ഭക്തന്മാരിലാണ് ഞാൻ വസിക്കണമെന്ന്. അതൊരു ഞാൻ ഒന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ ആ പണ്ഡിറ്റ് ഗോപാലൻ നായർ പിന്നെ എന്താണ് ഉള്ള സാരം, ആ ശ്ലോകത്തിൻ്റെ ആ സാരവും ഞാൻ വായിക്കാട്ടോ. പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഭാഗവതം 5-ാം സ്കന്ധത്തിൽ ശ്ലോകം. മത്പ്രാപ്തയേ ജേശസുരാസുരാദയസ്തപ്യന്ത ഉഗ്രം തവ ഐന്ദ്രിയേ ധിയാ ഹൃദേ ഭവത്പാദപരായണാൻ നമാം വിന്ദന്ത്യഹം ത്വദ്ഹൃദയാ യഥോചിത. എന്താ പറഞ്ഞ വെച്ചാൽ, അതായത് ഈ മെറ്റീരിയലായിട്ടുള്ള സുഖങ്ങളെ ആശ്രയിച്ചും കൊണ്ട് ബ്രഹ്മാവ്, ശിവൻ, ബാക്കി ദേവന്മാർ, അസുരന്മാർ ഒക്കെ
ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, അതായത് മഹാലക്ഷ്മിയുടെ കടാക്ഷത്തിന് വേണ്ടിയിട്ടുള്ള തപസ് ചെയ്തു ബാക്കിയുള്ളവരെ, ഭഗവാനെയല്ല. ബ്രഹ്മാവിനെ, ശിവനെ, മറ്റ് ദേവന്മാരെ ഒക്കെ തപസ് ചെയ്തു. എന്തിന്? ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അവർ കഠിന തപസ് ചെയ്തു. നമുക്കറിയാലോ, ഹിരണ്യകശിപും രാവണനും ഒക്കെ എന്താ ഭയങ്കര തപസ്സല്ലേ. പക്ഷെ എന്നാലും മഹാലക്ഷ്മി പറയുകയാണേ, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ എന്നെ ലഭിക്കുള്ളൂ എന്ന് പറയാണ് മഹാലക്ഷ്മി പറയാണ്. അന്യദേവതമാരെയൊക്കെ ഐശ്വര്യം ആഗ്രഹിച്ചിട്ട്, അതായത് എൻ്റെ കടാക്ഷം ആഗ്രഹിച്ചിട്ട് അനവധി ആള് തപസ് ചെയ്യും, തീവ്രമായിട്ടുള്ള തപസ്. പക്ഷേ അങ്ങേ മാത്രം, അങ്ങേ സർവാത്മന, അങ്ങയുടെ ശരണാഗതി, അല്ലെങ്കിൽ അങ്ങേ ആശ്രയിക്കണവരെ, അല്ലെങ്കിൽ അങ്ങേ കീർത്തിക്കണവരെ അങ്ങേ കീർത്തിക്കണവർക്ക് മാത്രമേ ശരിക്കും എന്നെ സ്ഥിരമായിട്ട് ലഭിക്കുള്ളൂ. കുറച്ച് ദിവസത്തേക്ക് കിട്ടും മറ്റവർക്കൊക്കെ. എന്താ വെച്ചാൽ ഞാൻ അവരെ മാത്രമേ എപ്പോഴും കടാക്ഷിക്കുള്ളൂ. എന്താ വെച്ചാൽ ബാക്കിയുള്ള ദേവന്മാരൊന്നും കാലദേശാവധിഭ്യാം നിർമുക്തന്മാരല്ല. അത് നമ്മൾ പറഞ്ഞില്ലേ ആദ്യത്തെ ഇതില്. കാലത്തിനും ദേശത്തിനും ആ ലിമിറ്റൊന്നും ഭഗവാനില്ല. അതിനൊക്കെ അതീതാണ് ഈ ഭഗവാനി. ബാക്കിയുള്ളവർക്കൊക്കെ അവസാനം മഹാപ്രളയം വരുമ്പോൾ എല്ലാവരും ഭഗവാനിൽ ലയിക്കുന്നു പറഞ്ഞല്ലോ. ഒരു അന്ത്യമുണ്ട്. ഭഗവാന് അന്ത്യമില്ല. ഭഗവാൻ അനശ്വരനാണ്. ഇറ്റേണൽ ബ്ലിസ്സാണ് ഭഗവാൻ, അല്ലേ? ഇറ്റേണൽ ബ്ലിസ്സാണ്. അതായത് അനശ്വരായിട്ടുള്ള ആനന്ദമാണ് ഭഗവാനി, ആനന്ദസ്വരൂപനാണ്. അപ്പോൾ കാലങ്ങളാൽ ജയിക്കപ്പെടാത്ത ഈ ഭഗവാൻ എൻ്റെ ഹൃദയം അപഹരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ കയ്യിലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങേ ഭജിക്കുന്നവരെ മാത്രമേ ഞാൻ കടാക്ഷിക്കുള്ളൂ. അതെൻ്റെ സ്വഭാവമാണെന്ന് തന്നെ പറയുന്നുണ്ട് ഭാഗവതത്തിലെ മഹാലക്ഷ്മി. പിന്നെ അവസാനത്തെ അതും കൂടി, ദൈത പ്രസ്താവ ദത്താതര പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ പറ്റിയിട്ട് കീർത്തിക്കണത് കണ്ടാലും എനിക്ക് വലിയ ആദരവാണ്. അച്ഛാ ദൈതെന്ന് പറഞ്ഞാൽ ലക്ഷ്മിപതി തന്നെ. ഭഗവാനെ പറ്റി ആരെ കീർത്തിച്ചാലും ഭഗവാനെ ധ്യാനിച്ചാലും എനിക്ക് ആദരവാണത് കേൾക്കാനേ. എത്ര ഈ ഹനുമാനെ പോലെ തന്നെയാണ് മഹാലക്ഷ്മി. ഹനുമാൻ അങ്ങനെയല്ലേ, എത്ര രഘുനാഥ കീർത്തനം തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം എന്നാണല്ലോ. ഇപ്പം നമ്മളെപ്പോഴും രാമായണം വായിക്കുമ്പോൾ അത് നമ്മൾ ഭാവന ചെയ്യണം എന്നാണ്, അത് നമ്മൾ സങ്കല്പിക്കണം എന്നാണ്. എന്താ അറിയോ, ഞാൻ രാമായണം ചൊല്ലിയാണ്. എന്താണ് ഹനുമാൻ ഇവിടെ തന്നെ, ഹനുമാൻ ആഞ്ജനേയ സ്വാമി ഇവിടെ തന്നെ ഇരിക്കുന്നു. അതാ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു, ഭക്തിയുണ്ട്. അപ്പം നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. ഞാൻ രാവിലെ നാരായണീയത്തിലത്തെ 2 അധ്യായം ചൊല്ലി, എന്താണ് ഗിർവാണയിലർത്ഥ്യമാനോ എന്നില്ലേ, അതും നീത സുഗ്രീവ മൈത്രി 20 ചെല്ലും, കുറേ കാലമായിട്ട് ചെല്ലേണ്ടത്. അപ്പോൾ അത് ചെല്ലുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കാൻ ശ്രമിക്കും, മനസ്സൊക്കെ പോവും. എന്നാലും അത് അടുത്തന്നെ ഇരിക്കണു ആഞ്ജനേയ സ്വാമി എന്ന് പറയാം. അതുപോലെ തന്നെയാണ് മഹാലക്ഷ്മി. ദൈത പ്രസ്താവ ദത്താദര, അതിൽ വലിയ ആദരവാണ് ഈ ഭഗവാനെ പറ്റി പ്രസ്താവിക്കണേൽ, അല്ലെങ്കിൽ ഭഗവത് കീർത്തികളെ നമ്മളെ കീർത്തന ഭഗവാന്റെ സ്തുതികൾ നമ്മൾ പറഞ്ഞാലും മതി. എന്തായാലും അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മഹാലക്ഷ്മി. അപ്പോൾ ആക്ച്വലി നമ്മളിത് ഞാൻ പറയുമ്പോഴും നിങ്ങളെല്ലാവരും കേൾക്കുമ്പോഴൊക്കെ മഹാലക്ഷ്മി ഒപ്പം അടുത്തിരിക്കേണ്ട. കാരണം അത്ര ഇഷ്ടമാണ് അത് കേൾക്കാൻ എന്നാണ് ദൈതപ്രസ്താവ ദത്താദരാന്ന്. അതുപോലെ തന്നെയാണ് ഗോപികമാരെ അനദർ എക്സാമ്പിളാണ്. വേറൊരു ഉദാഹരണം എന്താ അറിയോ, ഗോപികമാർക്ക് ഭഗവാനോടുള്ള ഇതുപോലെയാണ്. ഗോപികമാരുടെ ഹൃദയം ഭഗവാൻ കട്ടെടുത്തു, ശരിക്കും കംപ്ലീറ്റ്ലി എടുത്തു. അപ്പം എന്തായി അറിയോ, ഭഗവാൻ അവരുടെ ഹൃദയം കവർന്നു. അപ്പം എന്താ, അവർ പാവം അവരുടെ ഭർത്താക്കന്മാരിൽ അസ്ഥിര ചിത്തകളായി ശരിക്കും. അതായത് എന്താണ് രാസക്രീഡയുടെ തൊട്ട് മുമ്പേ ഭഗവാന്റെ വേണുഗാനം കേട്ടപ്പോൾ എന്താ, അത് വിസ്തരിച്ച് ഭാഗവതത്തിലുണ്ട്. എന്തൊരു ഭംഗിയാ. അതോ ഒരു സ്ത്രീ മക്കൾക്ക്, ഒരു മകന് ചോറ് കൊടുക്കുകയാണ്, വേറൊരു സ്ത്രീ കഥ പറഞ്ഞു കൊടുത്ത് ഉറക്കാൻ നോക്കുകയാണ്, വേറൊരു സ്ത്രീ ഭർത്താവിന് വിളമ്പി കൊടുക്കുകയാണ്. ഓരോരുത്തരും ഓരോ ചെയ്യുക. പക്ഷെ എല്ലാവരും ഈ വേണുഗാനം അങ്ങോട്ട് കേട്ടു. എന്താണ് ഭഗവാന്റെ കാട്ടിൻ്റെ ഉള്ളിന്നേ. അപ്പോൾ എല്ലാവരും അവനോനെ എന്താ ചെയ്യണമെന്നെല്ലാം മറന്നു. ഡ്രസ്സ് പോലും ഏതട്ടണ, അത് നേരാൻ പോലെ സാരിയോ അല്ലെങ്കിൽ അത് ഉടുത്തുണ്ടോ ഒന്നും നോക്കാതെ ഒരൊറ്റ ഓട്ട ഓടി
കുട്ടികളെയും ഭർത്താവിനെയും എല്ലാം വിട്ടിട്ട്. എന്താ കാരണം വെച്ചാൽ ഭഗവാൻ അവരുടെ മനസ്സ് കവർന്നിരിക്കുന്നു. അവർക്ക് അപ്പോൾ ഭഗവാൻ അല്ലാണ്ട് ഒന്നുമില്ല എന്നാണ്. അതാ ഗോപികമാരാണ് വേറൊരു എക്സാമ്പിൾ. അപ്പം നമുക്ക് മഹാലക്ഷ്മിയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭഗവത് ഉപാസനം കൊണ്ട്, അതായത് ഭഗവാൻ കൃഷ്ണനെ ഉപാസിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ഐശ്വര്യം മാത്രമേ സ്ഥിരമായിട്ടുള്ളൂ എന്നാണ് ചുരുക്കം ഈ ശ്ലോകം കൊണ്ട് പറയണത്. ഭഗവാനെ മറ്റതൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ട്. ഇപ്പോൾ ഹിരണ്യകശിപുവിനെ രാവണനൊക്കെ ഇട്ട് അത് നശിക്കും. ഭഗവാനെ സ്മരിച്ചും കൊണ്ട് കിട്ടുന്ന ഐശ്വര്യം ഉണ്ടല്ലോ, അത് അനശ്വരാണ്. മാത്രമല്ല, ആ നമ്മൾ വിചാരിക്കണ ഈ മെറ്റീരിയൽ ഐശ്വര്യമൊക്കെ കിട്ടിയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തൃപ്തി ഉണ്ടാവും. എല്ലാം കഴിഞ്ഞ് നമുക്ക് പക്ഷേ നമ്മുടെ മോക്ഷത്തിലേക്ക് നയിക്കും. മോക്ഷമാണ് ഏറ്റവും അനശ്വരം. അത് ഭഗവാനെ ആയാൽ മാത്രമേ ഉള്ളതാണ് മേപ്പത്തൊരു പ്രണ. കാരണം ഇതേ കാര്യം തന്നെ ശിവഭക്തന്മാർ ശിവനാണെന്ന് പറയും, അത് വേറെ കാര്യം. ഇപ്പം ഇതിൽ നാരായണീയത്തിൽ അങ്ങനെയാണ്. ഭഗവാനെ ഒഴിച്ച് ആരെ പ്രാർത്ഥിച്ചാലും നമുക്ക് ഈ സ്ഥിരമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാവില്ല. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയണ ഈ ഐശ്വര്യമല്ല. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി മോക്ഷം കൂടി ഇതിൽ പെടും. അതായത് ആദ്യം നമുക്ക് ഈ ഈ മെറ്റീരിയൽ വേൾഡിലത്തെ, ഈ ലോകത്തിലത്തെ ഇവിടുത്തെ സുഖങ്ങളും സന്തോഷങ്ങളെല്ലാം തന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഭഗവാനെ. മഹാലക്ഷ്മി കൂടെ ഉണ്ടാവുകൊണ്ട് നമുക്ക് ഏത് സമയത്തും തൃപ്തിയുണ്ട്. ആ യാത്രയിൽ മുഴുവൻ, നമ്മുടെ ആധ്യാത്മിക യാത്രയിൽ മുഴുവനും നമുക്ക് തൃപ്തിയാണ്. എന്താ വെച്ചാൽ മഹാലക്ഷ്മി ഭഗവാന്റെ കൂടെ ഉണ്ട് ഭഗവാനെ ഭജിക്കുമ്പോൾ എന്നാണ് ഈ ശ്ലോകത്തിന്. ഇനി ഞാൻ ശ്ലോകം ഒന്നും കൂടി ചൊല്ലിയിട്ട് നിർത്താം. ലക്ഷ്മീസ്താവക രാമണീയക ഹൃദൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ സ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദരാ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.